നമുക്ക് ഫുള്ള് ലോണിൽ 2,80,000 രൂപയ്ക്ക് കൊടുക്കാം. ഒരു നയാ പൈസ ഇല്ലാതെ 2,80,000 രൂപ വിഷുവിന്റെ ഓഫറിൽ കൊടുക്കാം. അത് 2013 വണ്ടിയാണ് കേട്ടോ. ഡീസൽ വണ്ടിയുടെ മാതിരി കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും. പെട്രോൾ മൈലേജ് കുറച്ച് കുറവായിരിക്കും, എന്നാലും എങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവില്ല. എത്ര മൈലേജ്? 15 വരെ പ്രതീക്ഷ അത്രേ കിട്ടുള്ളൂ. ഓക്കെ, നല്ല യാത്രാ കംഫർട്ട് ഉള്ള വണ്ടിയാണ്. എന്നിരുന്നാലും ചെറിയ ബഡ്ജറ്റിൽ ഒരു നല്ല വാഹനം, നല്ല ചെറിയ യൂസർ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ ചോയ്സ് ആണ്. അതെ, എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമ്മൾ 2,25,000 രൂപ ഫുള്ള് ലോണോടെ നമുക്ക് കൊടുക്കുകയാണ്. ഫുള്ള് ലോൺ, ഒരു പൈസ. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു 2-3 മാസങ്ങൾക്ക് ശേഷം നമ്മുടെ ഹൈറൈഡ് പെരിന്തൽമണ്ണയിലാണ് ഞാൻ ഇന്നുള്ളത്. അതായത് ചെറിയ ബഡ്ജറ്റിലുള്ള വാഹനങ്ങളാണ് ഇവിടെ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പാക്കണ്ട. ഒരുപാട് ചെറുവണ്ടികൾ, അതുപോലെ തന്നെ മാക്സിമം ഒരു 5 ലക്ഷത്തിന്റെ ഉള്ളിലേക്കാണ് കൂടുതലും ഇവിടെ വാഹനങ്ങളുള്ളത്. എല്ലാം ജനപ്രിയ വണ്ടികളാണ് കേട്ടോ. അപ്പോ ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ്, ലതീഷ് ബ്രോ ആണ്. ലതീഷ് ബ്രോ എന്തൊക്കെയുണ്ട്? സുഖല്ലേ? പിന്നെ വിഷു ഒക്കെ ആയി, എന്തെങ്കിലും ഓഫർ എന്ത് കൊടുക്കുന്നുണ്ടോ? അല്ല, വിഷുക്കായി നിട്ടോ. അപ്പോ ഓഫറിൽ പൊട്ടിച്ച് കൊടുക്കാം. പിന്നെ ഒരുപാട് വാഹനങ്ങൾ കേറിയിട്ടുണ്ടല്ലേ? നമ്മൾ അന്ന് വീഡിയോ ചെയ്യുമ്പോ ഇങ്ങനത്തെ ഈ വണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് വണ്ടികൾ കേറിയിട്ടുണ്ട്. പിന്നെ വാറണ്ടി എന്തെങ്കിലും കൊടുക്കാൻ? വാറണ്ടി നമ്മള് അവർക്ക് എവിടെ കൊണ്ടുവരുവാണ് ചെക്ക് ചെയ്തിട്ട് അവർ വണ്ടി എടുത്താൽ മതി. അത് നമ്മളെ വാറണ്ടി ഉള്ളൂ. അതായത് നമ്മളിപ്പോ കുറച്ചൊക്കെ പഴയ വണ്ടികളും പുതിയ വണ്ടികൾക്ക് പിന്നെയും നമുക്ക് കൊടുക്കാം. ഷോറൂം വാറണ്ടി ഉള്ള വണ്ടികൾക്ക് നമുക്ക് വാറണ്ടി കൊടുക്കാം. അല്ലാത്ത വണ്ടികൾക്ക് നമുക്ക് വാറണ്ടി കൊടുക്കാൻ കഴിയില്ല. അവർക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് എവിടെ വേണമെങ്കിൽ വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം അവര് വണ്ടി എടുത്താൽ മതി. അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ പറഞ്ഞിട്ടേ തരുള്ളൂ. പിന്നെ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്യാം. ഒരു വണ്ടി എടുക്കുമ്പോൾ ഇവിടുന്ന് നല്ല എവിടുന്ന് എടുക്കുമ്പോൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് എടുക്കാം. അതെ, സെക്കൻഡ് വാഹനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാം. അതെ. ഓക്കെ, അപ്പോ ലതീഷ് ബ്രോ ഈ ലൊക്കേഷൻ എങ്ങനെയാ പറഞ്ഞു കൊടുക്കണ്ടേ? ലൊക്കേഷൻ പെരിന്തൽമണ്ണയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നിലമ്പൂർ റോട്ടിൽ ഒരു 3 കിലോമീറ്റർ ആണ് നമ്മളെ. 3 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ മതി അല്ല? പിന്നെ നിങ്ങളെ കാറ്റലോഗ് ഉണ്ടോ? കാറ്റലോഗ് ഉണ്ട്, നമ്പറിൽ കാറ്റലോഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ മൂപ്പര് ഫസ്റ്റ് വീഡിയോ ഉള്ള നമ്പർ മൂപ്പരതാണ്. ആ നമ്പർ സേവ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഹായ് വിട്ട് കഴിഞ്ഞാൽ മൂപ്പരെ കാറ്റലോഗ് അതിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അയച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വാട്സപ്പിൽ നോക്കിയാലും മതി. ഇവിടുത്തെ എല്ലാ വാഹനങ്ങളും കാണാനും പറ്റും. 80% വാഹനങ്ങളും കാണാൻ. ഓക്കെ, അപ്പോ വേറെ ഒന്നും പറയാനുണ്ടല്ലോ? വേറെ ഒന്നുമില്ല. വിഷുവൊക്കെ ആയിട്ട് എല്ലാവർക്കും നല്ല ഓഫറിൽ നമ്മൾ വണ്ടികൾ കൊടുക്കാനുള്ള ഒരു ഉദ്ദേശം ഉണ്ട്. ഓക്കെ, പിന്നെ നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. ഇന്ന് രാവിലെ മുതൽ യുദ്ധം നിർത്തി എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ്. അല്ലെങ്കിൽ നമ്മളൊന്നും പ്രത്യേകിച്ച് നമ്മൾ എസ്പെഷ്യലി മലപ്പുറം ജില്ലയെ നല്ലോണം ബാധിക്കും. നമ്മൾ അതെ, ഇത് ഏത് മേഖലയാണെങ്കിലും ഒരുപാട് എല്ലാവർക്കും ബാധിക്കുന്ന കേസാണ് യുദ്ധം. എല്ലാവർക്കും ബാധിക്കും. അപ്പൊ എന്തായാലും എല്ലാം ഇതൊക്കെ നിർത്തി നല്ല സമാധാനത്തിൽ ജീവിക്കാൻ ലോക സമസ്ത സുഖിനോ ഭവന്തു. അതെ, എല്ലാവർക്കും. അപ്പൊ വിശ്വാസംസകൾ. അപ്പൊ ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ചെറിയ ബഡ്ജറ്റും ഫുള്ള് ലോണും കേട്ടോ. അതായത് ഹ്യുണ്ടായിന്റെ i20 ആണ്, പെട്രോൾ വണ്ടി അല്ല? i20 പെട്രോൾ വേരിയന്റിൽ സ്പോർട്സ് വേരിയന്റ് ആണ്. അലോയ്സ് ഒക്കെ വരുന്ന വണ്ടി. അലോയ്സും മറ്റേ സ്റ്റിയറിംഗ് കൺട്രോള്, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്ന, പിന്നെ 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്ന ഒക്കെ വരുന്ന വണ്ടിയാണ്. ഓട്ടോ എത്ര ഉണ്ടാവും? ഓട്ടോ ഏകദേശം 70,000 കിലോമീറ്റർ ഓടിക്കും. അത്ര ഓടിക്കും. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ഒരു ടെൻഷനും വേണ്ട. തട്ടുമുട്ട് ഇടി കുത്ത് ഒന്നുമില്ല. ഡീസൽ വണ്ടിയുടെ മാതിരി കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും. പെട്രോൾ മൈലേജ് കുറച്ച് കുറവായിരിക്കും, എന്നാലും എങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവില്ല. എത്ര മൈലേജ്? 15 വരെ പ്രതീക്ഷ അത്രേ കിട്ടുള്ളൂ. ഓക്കെ, നല്ല യാത്രാ കംഫർട്ട് ഉള്ള വണ്ടിയാണ്. എന്നിരുന്നാലും ചെറിയ ബഡ്ജറ്റിൽ ഒരു നല്ല വാഹനം, നല്ല ചെറിയ യൂസർ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ ചോയ്സ് ആണ്. അതെ, എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമ്മൾ 2,25,000 രൂപ ഫുള്ള് ലോണോടെ നമുക്ക് കൊടുക്കുകയാണ്. ഫുള്ള് ലോൺ, ഒരു പൈസ. അപ്പൊ ഡീസലില് 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു SUV ടൈപ്പ് വണ്ടിയാണ്. അതും മാക്സിമം ലോണും ചെയ്യാട്ടോ. ബ്രോ, ഇത് എങ്ങനെയായിരുന്നു? ഫോർഡിന്റെ എക്കോസ്പോർട്ട് ടൈറ്റാനിയം ആണ് വണ്ടി. ഓക്കെ, ടൈറ്റാനിയം ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ. മെക്കാനിക് എന്ത് പാട്? മെക്കാനിക്കൽ പക്ക മെക്കാനിക്കാണ്. എക്സ്റ്റീരിയറും ഇന്റീരിയറും നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന വാഹനമാണ്. ഓക്കെ, ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടം 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ്. 4 ലക്ഷം രൂപ നമ്മൾ ലാസ്റ്റ് ആസ്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 3,50,000 വരെ ലോണും അവൈലബിൾ ആണ് അല്ലെ? നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ് ആണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കോ. 0 ഡൗൺ പേയ്മെന്റിൽ ചെയ്യാൻ പറ്റിയ ടാറ്റന്റെ ടിയാഗോ ആണ് നിങ്ങൾ കാണിക്കുന്നത്. അതും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? എക്സെറ്റ്. എങ്ങനെയായിരുന്നു ഇത് മോഡല്?
2018 മോഡൽ എക്സെറ്റ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. ഒരേ ഒരു ഓണർ വെറും 60,000 കിലോമീറ്റർ മാത്രമേ 60,000 കിലോമീറ്റർ മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ടയർ മാത്രം കുറച്ച് കുറവുണ്ട്, ബാക്കിയെല്ലാം പക്ക കണ്ടീഷനാണ്. ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒന്നുമില്ല, പക്ക നല്ല ക്ലീൻ പീസ്. എത്ര ചെയ്യാൻ പറ്റും? ഇത് ലാസ്റ്റ് 3,80,000 രൂപ ഫുള്ള് ലോണോടെ നമുക്ക് കൊടുക്കാം. ഒരു പൈസ വേണ്ട. 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഫോർഡിന്റെ ഫിഗോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയ വാഹനാട്ടോ. അലോയ്സ് ഉണ്ട്, സ്കേർട്ടിംഗ് ഉണ്ട്, സ്പോയിലർ ഉണ്ട്. കാണാൻ നല്ല ലുക്കുള്ള വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല്? 2015 മോഡൽ നിൽക്കുന്ന ഫിഗോ. ഓപ്ഷൻ ഏതായത്? ഓപ്ഷൻ EX ആണ്. 4 ഡോർ പവർ വിൻഡോ, സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ട്, AC പവർ സ്റ്റാറിംഗ്, സെൻട്രൽ ലോക്ക് എല്ലാം ഉണ്ട്. മ്യൂസിക് സിസ്റ്റം ഒക്കെ കമ്പനി വരുന്നത്. മെക്കാനിക് ഫുൾ ഫിറ്റ്. എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 1,65,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 1,65,000 കൊടുക്കാം. അതും 2015 ഫോർഡിന്റെ ഫിഗോ ആണ്. ഒരു നയാ പൈസ ഇല്ലാതെ ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റിയ ഹൂണ്ടായിന്റെ ഇയോൺ ആണ്. ചെറിയ ബഡ്ജറ്റ് നോക്കും, അതും ഫുള്ള് ലോണ്, ഒരു പൈസ വേണ്ട. മോഡൽ എത്രയായിരുന്നു ഇയോണ്? മാഗ്ന പ്ലസ് 2014 മോഡൽ. മാഗ്ന പ്ലസ് 2014 വണ്ടി. ഓട്ടം എത്ര ഉണ്ട്? 95,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത വാഹനമാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എക്സ്റ്റീരിയറും ഇന്റീരിയറും നല്ല ക്വാളിറ്റി നിൽക്കുന്ന വാഹനമാണ്. നല്ല ക്ലീൻ പീസ്, പെട്ടി പീസ് വാഹനമാണ്. 1,60,000 രൂപ ഫുള്ള് ലോണോടെ നമുക്ക് കൊടുക്കാം. ഡീസലിൽ 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം, അതും സ്കൂട്ടർ എടുക്കുന്ന പൈസ മതി കേട്ടോ. ഫോർഡിന്റെ ഫിയസ്റ്റ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ, ഇത് മോഡൽ എങ്ങനെയായിരുന്നു? 2012 മോഡല്. ഓക്കെ. ഒരു കരിമ്പുലി ബ്ലാക്ക് കളറിലെ എക്സ്റ്റീരിയറും ഇന്റീരിയറും നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന വാഹനമാണ്. നല്ല മെക്കാനിക് ഫുൾ ടൈറ്റാനിയം ഓപ്ഷനിൽ ഫുൾ ഓപ്ഷനിൽ നിൽക്കുന്ന വാഹനമാണ്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ, ടോപ്പ് വേരിയന്റ്. അലോയ്സ്, കമ്പനി സെറ്റ്, സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാ സെറ്റപ്പ് വരുന്നുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ്. എത്രക്ക് ചെയ്യാം? ഇത് നമുക്ക് 1,25,000 രൂപ കൊടുക്കല. ഓക്കെ. ലോൺ ഇതിന് കിട്ടൂല, റെഡി കായ് കൊണ്ടുവന്നാലും കൊണ്ടുപോവാം അല്ല. ഒരു നോർമൽ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ സ്വിഫ്റ്റ് ഡിസൈർ ആണ് കാണിക്കുന്നത്. അതും മാക്സിമം ലോണൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം. ഫുള്ള് ലോണ്, ഒരു പൈസ വേണ്ട. പിന്നെ ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇത് മോഡല്? 2013 മോഡലാണ്. ന്യൂ ഷേപ്പിലേക്ക്, അതായത് 2015 ശേഷമുള്ള ന്യൂ ഷേപ്പിലേക്കാണ് കൺവേർട്ട് ആക്കിയിട്ടുള്ളത്. പിന്നെ റീപ്ലേസ് കാര്യങ്ങൾ ആക്സിഡന്റ് ആയിട്ട് മാറ്റിയൊന്നുമല്ല, ഹെഡ്ലൈറ്റ് മങ്ങിട്ട് മാറ്റിയതാണ്. ഹെഡ്ലൈറ്റ് അല്ല, ഇത് ബോണറ്റ് ഒന്നും മാറില്ല, ഈ സാധനം മാത്രമല്ല മാറ്റുള്ളൂ. ഹെഡ്ലൈറ്റ് ബമ്പറും മാത്രമേ മാറ്റുള്ളൂ. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ മങ്ങിയത് കൊണ്ട് ലൈറ്റ് മാറ്റിയതാണ്. അതുപോലെ തന്നെ 2 കളർ ടോപ്പില് കളർ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. വേറെ റീപ്ലേസ് തട്ടുമുട്ട് ഇടി ഒന്നുമില്ല അല്ല? ഒന്നുമില്ല. ഓക്കെ. നല്ല ടയർ കാര്യങ്ങളല്ലാണ്ട് എക്സ്റ്റീരിയറും ഇന്റീരിയറും നല്ല ക്വാളിറ്റി ഉണ്ട്. മെക്കാനിക് ഫുൾ ഫിറ്റ്, പക്ക മെക്കാനിക്. ഓപ്ഷൻ തന്നെ VDI ആണ്. ചെയ്യാൻ പറ്റൂല? നമുക്ക് ഫുള്ള് ലോണിൽ 2,80,000 രൂപയ്ക്ക് കൊടുക്കാം. ഒരു നയാ പൈസ ഇല്ലാതെ 2,80,000 രൂപ വിഷുവിന്റെ ഓഫറിൽ കൊടുക്കാം. അത് 2013 വണ്ടിയാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഇവിടെ ഇതാ ഒരു റിഡ്സ് കാർ കാണിച്ചു കൊടുക്കുക. ഇതെങ്ങനെയായിരുന്നു? ഡീസലാ? 2009 മോഡൽ VDI ആണ് വണ്ടി. VDI ആണ്, ഡീസലാണ്. 29 വരെ പേപ്പർ ഉണ്ടാവും. 29 വരെ പേപ്പർ അവൈലബിൾ ആണ്. ഇത് മെക്കാനിക് എന്തുപാട്? മെക്കാനിക്കലൊക്കെ പക്കയാണല്ലോ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എത്രക്ക് ചെയ്യാൻ പറ്റും? 1,65,000 കൊടുക്കാം. 1,65,000 കൊടുക്കാം. 2009 29 വരെ പേപ്പറുള്ള VDI വണ്ടിയാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഇവിടെ ഒരു വാഗനർ കാണിച്ചു കൊടുക്കുക. ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2013 വണ്ടി. ഓപ്ഷന് VXI ഓപ്ഷനാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓട്ടം എത്ര ഉണ്ട്? ഓട്ടം ഏകദേശം 83,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ആണ് ഓണർഷിപ്പ്. റീപ്ലേസ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടി, നല്ല ക്വാളിറ്റി നിൽക്കുന്ന. ഇത് എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? ഇത് നമുക്ക് 2,40,000 രൂപ കൊടുക്കാം. 2,40,000 കൊടുക്കാം തന്നെ. ഇവിടെ വീണ്ടും നിങ്ങളെ കാണിക്കുന്നത് ഒരു റയർ പീസാണ്. ഡീസൽ ആണ് കേട്ടോ. അതായത് ഹൂണ്ടായിന്റെ വണ്ടി ഗ്രാൻഡ് ഐറ്റൻ ആണ്, ഡീസലാണ്. ഇവിടെ 2 വണ്ടി ഉണ്ട് ഡീസൽ. അല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. അത്യാവശ്യം ഒരു 23-24 കിലോമീറ്റർ ഒക്കെ മൈലേജും കിട്ടും. ഇത് മോഡൽ എങ്ങനെയായിരുന്നു? ഇത് 2017 മോഡല്. ഓപ്ഷൻ ഏതാ? മാഗ്ന ആണ് അല്ലേ? ഓക്കെ. ഓണർഷിപ്പ് സെക്കൻഡ്. ഓട്ടൊക്കെ? ഓട്ടം 88,000 ഇതില് കാണുന്നുണ്ട്. 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? റീപ്ലേസ് എന്തുണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല.
ഇല്ല, ഒരു റീപ്ലേസ് ഫുൾ ഫിറ്റ് മെക്കാനിക് വണ്ടി. എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 3 ലക്ഷം രൂപ കൊടുക്കാം ഫുള്ള് ലോണില്. 3 രൂപ കൊടുക്കാം ഫുള്ള് ലോണിൽ കൊടുക്കാം. ഫുൾ 2017 വണ്ടി, 17 വണ്ടി, അതും ഫുള്ള് ലോൺ, ഒരു പൈസ വേണ്ട. കിടുക്കാച്ചി കളറിൽ വന്നിട്ടുള്ള എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു കളർ, ഗ്രേ കളറിൽ വന്നിട്ടുള്ള, അതായത് ടൈപ്പ് 3 വെറും 52,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു വാനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വാഗണർ ആണ്, മാനുവൽ ആണ്. എങ്ങനെയാണ് മോഡല്? 2 ലക്ഷം മോഡല് 18 മോഡൽ. ഓപ്ഷൻ VXI ഓപ്ഷൻ, സെക്കൻഡ് ഓണർഷിപ്പ് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, നല്ല ക്വാളിറ്റി നിൽക്കുന്ന വാഹനമാണ്. ഓക്കെ. എത്രക്ക് ചെയ്യാൻ പറ്റും? 3,75,000 രൂപയ്ക്ക് ഫുള്ള് ലോണിൽ കൊടുക്കുക. ഇതും പൈസ വേണ്ട, ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനം. 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ ഒരു ആൾട്ടോ 800 ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരു കുതിരത്തിന്റെ കളറിൽ വന്നിട്ടുള്ള ഒരു വണ്ടി, അതും ഒരു പൈസ വേണ്ട. എങ്ങനെയായിരുന്നു ഇത് മോഡല്? 2020 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എക്സ്റ്റീരിയറും ഇന്റീരിയറും നല്ല ക്വാളിറ്റി, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി അല്ല, ക്വാളിറ്റിയിൽ നിൽക്കുന്ന വാഹനമാണ്. ഓക്കെ. ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എത്രക്ക് ചെയ്യാൻ പറ്റും? 3 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. 3 ലക്ഷം രൂപ വരെ ലോണും കൊടുക്കാം അല്ല. അപ്പൊ ആവശ്യക്കാരെ വിളിച്ചോളി. ഇവിടെ ഒരു LPG വണ്ടി, അതായത് ന്യൂ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള വാഗണർ ആണ്. CNG വിത്ത് പെട്രോള്, അതും 1 രൂപ ഇല്ലാതെ ഈ ലോൺ ഇറക്കാൻ പറ്റിയ ഒരു വാനാണ്. ചെറിയ ബഡ്ജറ്റ് സ്വന്തമാക്കാട്ടോ. മോഡൽ എങ്ങനെയായിരുന്നു? 2020 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 1.2 ആണ് ലിറ്റർ. 1.2 ലിറ്റർ ആണ്. ഇതിൽ CNG നമ്മൾ ആഡ് ചെയ്തതാണ്, നമ്മളായി കസ്റ്റമർ ആഡ് ചെയ്തതാണ്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും തന്നെ. മെക്കാനിക്കലൊക്കെ പക്ക മെക്കാനിക്കലാണ്. ഒരേ ഒരു ഓണർ ആണ് കേട്ടോ. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? 4,60,000 രൂപ ഫുൾ ലോണിൽ കൊടുക്കാം. ഫുൾ ലോണിൽ കൊടുക്കാം. ആവശ്യക്കാർ വിളിച്ചോട്ടെ. അലോയ്സ്, സ്പോയിലർ, സ്കേർട്ടിംഗ് ഒക്കെ ചെയ്ത ഒരു ജനപ്രിയ വണ്ടി, സ്വിഫ്റ്റ് ഡീസൽ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ, എങ്ങനെയായിരുന്നു മോഡല്? 2012 മോഡല്, സെക്കൻഡ് ജനറേഷനിൽ നിൽക്കുന്ന വാഹനമാണ്. ഓട്ടോ എത്രയുണ്ട്? ഓട്ടോ ഏകദേശം 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മെക്കാനിക്കലി പക്കയാണ്. എക്സ്റ്റീരിയറും ഇന്റീരിയറും നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന വാഹനമാണ്. നല്ല മെയിൻറ്റെയിൻ ചെയ്ത വാഹനമാണ്. നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 2,90,000 രൂപയാണ്. ലോൺ കിട്ടോ? 2,50,000 വരെ ലോണും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ. 24 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു ഹൈബ്രിഡ് ഡീസൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. മാരുതിന്റെ സിയാസ് ആണ് കേട്ടോ. മോഡൽ എങ്ങനെയാണ് ബ്രോ? 2018 മോഡല്, ആൽഫ വേരിയന്റ് നിൽക്കുന്ന സ്മാർട്ട് ഹൈബ്രിഡ്, ഏറ്റവും ടോപ്പ് ഓപ്ഷൻ, ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ആൻഡ്രോയിഡ് പുഷ് ബട്ടൺ, സ്കീലെസ് സ്റ്റാർട്ട് എല്ലാം ഉള്ള വാഹനം, എല്ലാ സെറ്റപ്പ് സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. ഓക്കെ. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏകദേശം 1 ലക്ഷത്തോളം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒരേ ഒരു ഓണർ ആണ്. ടെൻഷൻ വേണ്ട. എത്രക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 6,50,000 രൂപയ്ക്ക് കൊടുക്കാം. മാക്സിമം എത്ര പൈസ? 6,50,000 രൂപ വരെ ലോൺ അവൈലബിൾ ആണ്. ഒരു 10, 30, 40,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ലോൺ തുറക്കാൻ പറ്റും കേട്ടോ. കിണ്ണം പോലത്തെ ഒരു ആൾട്ടോ 800 ആണ്. വെറും 25,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു വാനാണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ, എങ്ങനെയായിരുന്നു മോഡല്? 2020 മോഡലാണ്. ഓക്കെ. ഓട്ടോ 25. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഒരു റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ഷോറൂം കണ്ടീഷനുള്ള വണ്ടി. 20 പീസാണ്. 4 ടയർ പുതിയതുണ്ട്. ഓക്കെ. സെൻട്രൽ ലോക്ക് ആൻഡ്രോയിഡ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവർ ആൻഡ്രോയിഡ് ഉണ്ട്. ആൻഡ്രോയിഡ് വാഹനമാണ്. ഓക്കെ. സീറ്റ് കവേഴ്സ് ഉണ്ട്. 4 കടുമ്പത്തെ ടയറും ഉണ്ട്. എത്ര ഇത് ആസ്ക് ചെയ്യണേ? ആസ്ക് ചെയ്യുന്ന 3 ലക്ഷം രൂപയാണ്. ഫുള്ള് ലോൺ കൊടുക്കാം. ഒരു ടെൻഷൻ വേണ്ട, ഫുൾ ലോണ്. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ, നമ്മളെ ജനപ്രിയ വണ്ടി. എങ്ങനെയായിരുന്നു ഇത്? 2011 മോഡൽ, ടൈപ്പ് 1 ആണ്. ഓക്കെ. ടൈപ്പ് 1 പുതിയ റിന്യൂവലും കാര്യങ്ങളെല്ലാം എടുത്ത പേപ്പർ എടുത്തിക്കണ? പേപ്പർ ഇപ്പൊ എടുത്തിട്ടേ ഉള്ളൂ. ഓക്കെ. നല്ല ക്വാളിറ്റിയിൽ ഫുള്ള് വർക്ക് എടുത്തിട്ടാണ് പേപ്പർ എടുത്തിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള വില ഈ വാഹനത്തിനുണ്ട്. ഈ വാഹനം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വാഹനത്തിന് നമുക്ക് വില. അതെ, എന്തായാലും ഇപ്പൊ പേപ്പർ എടുക്കുമ്പോൾ എല്ലാ പണി കഴിഞ്ഞിട്ടേ എടുക്കുള്ളൂ. അല്ല, അതെല്ലാ പണി നല്ല രീതിയിൽ പണിയെടുത്ത വാഹനമാണ്. മെക്കാനിക്കൊക്കെ ഫുൾ ഫിറ്റ്. ഓക്കെ. ഇത് എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? ഇത് നമുക്ക് 2,60,000 രൂപ. 2,60,000 ചെയ്യാം. ഓക്കെ. ലോൺ കിട്ടൂല? ലോൺ കിട്ടും. 2 ലക്ഷം വരെ ലോണും കിട്ടും. ലോണും കിട്ടും. ഓക്കെ. അപ്പൊ പണം വിളിച്ചോട്ടാ. ഇവിടെ നമുക്ക് ഒരു ഹൂണ്ടായിന്റെ i10 ഡീസൽ, ഗ്രാൻഡ് ഐറ്റൻ അല്ല? ഗ്രാൻഡ് ഐറ്റൻ ഡീസൽ ആണ്. സ്പോർട്സ് വേരിയന്റ്. ഓക്കെ. ഒരു റയർ പീസ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം ഉള്ള എല്ലാ സെറ്റപ്പ് വരുന്നുണ്ട്. പുഷ് ബട്ടണ്, അതുപോലെ തന്നെ അലോയ്സ് ഇല്ല. 4 ടയർ ഏകദേശം പുത്തനാണ്. ഏകദേശം ഏതാ ഓപ്ഷൻ പിന്നെ? മാഗ്നയ സ്പോർട്സ് വേരിയന്റ്. സ്പോർട്സ് ആണ് തന്നെ. ഓക്കെ. ഓട്ടം കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടോ ഏകദേശം 1 ഉള്ളിൽ ഓടിക്കും. 1 ഉള്ളിലാണ്. 6,000 കിലോമീറ്റർ ഓടിക്കും. വേറെ തട്ട് മുട്ട് ഇടി കുത്ത് ഒരു റീപ്ലേസ് ഒന്നുമില്ല. കണ്ണി ചിമ്മിട്ട് കൊടുക്കാം. ഇത് മാക്സിമം ഈ
മൈലേജ് കൂടുതൽ മാക്സിമം ലോൺ കിട്ടുന്ന വാഹനമാണ്. മാക്സിമം ഫുൾ ലോൺ കിട്ടാൻ പറ്റുമോ നമുക്ക് നോക്കല്ല. അതല്ല, ഈ മൈലേജ് കൂടുതൽ കിട്ടും. മൈലേജ് 24 വരെ കിട്ടും. 24 വരെ മൈലേജ് കിട്ടും. പക്ക. ഓക്കെ, എത്രക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 2,80,000 രൂപ കൊടുക്കല്ലേ? 2,80,000. ഓക്കെ, മാക്സിമം ഫുള്ള് ലോണും ചെയ്യാം. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളി. സാധാരണ ഒരു ലോ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ ഒരു ആൾട്ടോ 800 അല്ലെ? അതെ. എങ്ങനെയായിരുന്നു ബ്രോ ഇത് മോഡൽ? 2013 മോഡലാണ്. ഓക്കെ. ഓപ്ഷൻ തന്നെ LXI ഓപ്ഷൻ ആണ്. ഓട്ടം കാര്യങ്ങളൊക്കെ? ഓട്ടം ഏകദേശം 90,000 കിലോമീറ്റർ അല്ലേ? നോക്കേണ്ടി വരുമോ? ഇവിടെ 90,000 കിലോമീറ്റർ അല്ല, എത്രയെന്ന് കാണുന്നില്ല. അത് നോക്കിയിട്ട് പറഞ്ഞു കൊടുത്താലേ നിങ്ങള് ഏകദേശം 1,00,000 ഉള്ളിൽ. ഒന്നിന്റെ ഉള്ളിക്ക്. ഓക്കെ. ഓണർഷിപ്പ് ഒക്കെ കേറിക്കണ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ് അല്ലെ? വേറെ റീപ്ലേസ് ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. മെക്കാനിക് ഒക്കെ പക്കയാണ്. എത്രക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 1,65 കൊടുക്കാം. 1,65? വെറും 1,65,000 രൂപ കൊടുക്കാം. 2013 വണ്ടി. ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടിമേ. ഇവിടെ നല്ല കിദ്മത്തിന്റെ ഹ്യുണ്ടായിന്റെ ഇയോണ്, അതായത് ചെറിയ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി. അതുമല്ലാതെ ഫുള്ള് ലോൺ കിട്ടും. ഒരു പൈസ മുടക്കേണ്ട ആവശ്യമില്ല. എത്ര മോഡലായിരുന്നു? 2017 മോഡല് മാഗ്ന വേരിയന്റ്. മാഗ്ന AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. ഇന്റീരിയർ നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന സീറ്റ് കവർ കാര്യങ്ങൾ. എക്സ്റ്റീരിയർ നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന വാഹനമാണ്. ഫുള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടയുള്ള ടയർ ഉണ്ട്. നല്ല ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ല, ഒരു റീപ്ലേസ് ഇല്ല. നല്ല ക്വാളിറ്റി. മെക്കാനിക് ഒക്കെ ഫുൾ മെക്കാനിക്കലൊക്കെ പക്ക. എത്രക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 2,00,000 രൂപ, ലാസ്റ്റ് 2,00,000 രൂപയ്ക്ക് ഫുൾ ലോണിൽ കൊടുക്കാം. ഒരു ടെൻഷൻ വേണ്ട. ലേഡീസ് പർപ്പസിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു മാരുതിന്റെ സെലേറിയോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങൾ കാണിക്കുന്നത്. നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? എത്ര മോഡലായിരുന്നു? 2017 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം. ഓക്കെ. വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല എക്സ്റ്റീരിയർ ഇന്റീരിയർ നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന. ഓണർഷിപ്പ് എത്രയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഒരേ ഒരു ഓണർ. ടെൻഷൻ വേണ്ട. ഒരു ടെൻഷനും വേണ്ട. ഓക്കെ. ഇടികുത്തൊന്നുമില്ല. എത്രക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 3,50,000 രൂപ കൊടുക്കാം. 3,50,000 കൊടുക്കാം. മാക്സിമം ലോണ് നമുക്ക് ഫുൾ ലോണിന് കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കല. ഏകദേശം ഫുൾ ലോൺ കയറുന്ന ഒരു വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടോ. നല്ല തീപ്പാറുന്ന ഒരു ഖിദ്മത്തിന്റെ വോക്സ്വാഗന്റെ പോളോ ഡീസലാണ്. ചെറിയ ബഡ്ജറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. ബ്രോ, എങ്ങനെയായിരുന്നു ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ? 2012 മോഡല് ഹൈലൈൻ ഓപ്ഷൻ. ടോപ്പ് വേരിയന്റ്. ടോപ്പ് വേരിയന്റ്. ഫുൾ ഓപ്ഷൻ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 98,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടം കുറവാണല്ലോ. യാതൊരുവിധ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സീറ്റ് കവർ ഉണ്ട്. എല്ലാ ഫംഗ്ഷനും എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ്. ഓക്കെ. നല്ല കിണ്ണം കാച്ചിയ വണ്ടി. പൊതുവെ ഇത്രയും നല്ല കണ്ടീഷനിലുള്ള വണ്ടി മാർക്കറ്റിൽ എവിടെ കിട്ടൂല. മോഡൽ കുറഞ്ഞ വണ്ടി അല്ല, പോളോ ഒരുപാടുണ്ട്. പക്ഷെ ഇത് എക്സ്ട്രാ ക്വാളിറ്റി ഉള്ള ഒരു വാഹനം. എക്സ്ട്രാ ക്വാളിറ്റി വണ്ടി. ബോഡി നല്ല ക്വാളിറ്റി. റീപ്ലേസോ റീപെയിന്റ് ഒന്നും വരാത്ത വാഹനം. ആവശ്യക്കാര് ഉണ്ടെങ്കിൽ വേഗം വന്നോട്ടെ. എത്രക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 2,15 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ചെറിയ രീതിയിൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. എത്ര മോഡലായിരുന്നു? 2012 മോഡൽ. 12 ലാസ്റ്റ് ആണ്. അതും 2,15 ആണ് നമ്മൾ ആസ്ക് ചെയ്യുന്നുള്ളൂ. ഫുൾ ലോണിൽ കൊടുക്കാം. വിഷു ഓഫറിൽ ഫുൾ ലോൺ. ഓക്കെ. അതായത് ഇത്രയും നല്ല ക്വാളിറ്റി വണ്ടി ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടൂല. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. കണ്ണിച്ച് മീറ്റ് എടുക്കാൻ പറ്റിയ നല്ലൊരു ഖിദ്മത്തിന്റെ ഒരു സ്വിഫ്റ്റ് പെട്രോൾ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. വെറും 45,000 കിലോമീറ്റർ ഓടിയ ഒരു സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു വണ്ടി. ബ്രോ, എങ്ങനെയായിരുന്നു ഫുൾ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു? 2014 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം. VXI വേരിയന്റ് ആണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല അലോയ് വീൽ ആഡ് ചെയ്തിട്ടുണ്ട്. 2 ടയർ പുതിയതുണ്ട്. 2 ടയർ ആവറേജ് ഉണ്ട്. നല്ല സീറ്റ് കവർ ഉണ്ട്. മറ്റേ സ്പോയിലർ ഉണ്ട്. ഡബിൾ കളർ ആക്കിയിട്ടുണ്ട്. മുകളിൽ ബ്ലാക്ക് 2 കളർ ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കറാണ്. താല്പര്യമുള്ള ഇല്ലാത്ത ആൾക്കാർക്ക് അത് ഒഴിവാക്കാം. അല്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതായത് ഈ ഗ്രേ കളറിലേക്ക് ബ്ലാക്ക് നല്ല കോമ്പിനേഷൻ ഉണ്ട്. എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? ഇത് നമുക്ക് 3,60 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. കിലോമീറ്റർ കുറവായതുകൊണ്ട് വിലയും കുറച്ച് കൂടുതൽ. പെട്രോൾ വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് ഇത് വില കൂടുതലല്ല. ഓക്കെ. അതും 45,000 കിലോമീറ്റർ ഈ പെട്രോൾ ആയതുകൊണ്ട് ഇനിയും ഒരുപാട് ഓടാനുണ്ട്. 2 ലക്ഷം സുഖമായിട്ട് ഓടാം. ഇനിയും 2 ലക്ഷം സുഖമായിട്ട് ഓടാം. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്രോൾ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ് കേട്ടോ. നയാ പൈസ ഇല്ലാതെ ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റിയ ഒരു മാരുതിന്റെ ബലോനോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ, എത്ര മോഡലാണ്? 2021 മോഡൽ കേട്ടോ. എത്ര ഓട്ടം ഉണ്ട്? ഏകദേശം 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഒന്നും ഉണ്ടോ? മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ചെറിയ ബമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടോ? എന്തോ മാറിയിട്ടുണ്ട്. ഇതിന്റെ മെക്കാനിക് എന്ത് പാട്? മെക്കാനിക്കലെ പക്ക.
ഓട്ടോ 80,000 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ആണ് അല്ല. എത്ര ആസ്ക് ചെയ്യണേ? ഇത് 560. 560 2021 വണ്ടിയാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. മാക്സിമം ഫുള്ളി ലോൺ ചെയ്യാം. ഇത്യോസ് ലീവ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ബ്രോ ഇത് കേരള വണ്ടിയാ? അല്ലാതെ റീ വണ്ടി നമ്പർ ആയത് വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു? 2012 മോഡല്. 12 വണ്ടി. ഓപ്ഷൻ വരുന്നത് GD. GD ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. വേറെ റീപ്ലേസ് ക്ലാസ് മാറിയിരുന്നു. അത് അതർ സ്റ്റേറ്റ് വണ്ടിയൊക്കെ മാറുന്നതാണ്. മാറാത്ത വണ്ടി കിട്ടില്ല, റയർ ആയിരിക്കും. അതെ. വേറെ വണ്ടി മേജർ കാര്യങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല. വണ്ടി മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ്. മെക്കാനിക്. എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 290 കൊടുക്കാം. 290 കൊടുക്കാം. അതും 2012 ഇത്യോസ് ലീവ് ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ കേട്ടോ. ഒരു ഖിദ്മത്തിന്റെ മാരുതിന്റെ ബലോനോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ ഇതെങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2016 മോഡൽ ആൽഫ ഡീസൽ വണ്ടി. ഒരു റയർ പീസ്. അതായത് ഈ ബലോനല് ഡീസൽ വണ്ടി അങ്ങനെ യാർഡില് പൊതുവെ കുറവാണ്. ആർക്കും യാർഡിൽ നിർത്താൻ കിട്ടാറില്ല. ഓക്കെ. ഓട്ടം എത്ര ഉണ്ട് സാർ? ഓട്ടം 1:20 ഓടിയിട്ടുണ്ട്. ഓട്ടം വലിയ കൂടുതലൊന്നല്ല. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒരേ ഒരു ഓണർ. ടെൻഷൻ വേണ്ട. ഓക്കെ. കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 5:25 കൊടുക്കാം. 5:25 കൊടുക്കാം. മാക്സിമം ലോൺ കൊടുക്കാം. ഫുൾ ലോൺ ഫുള്ള് ഏകദേശം 5 ലക്ഷം വരെ എന്തായാലും ചെയ്യാൻ പറ്റൂല. ഓക്കെ. അപ്പൊ വിളിച്ചോട്ടോ. ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡസ്റ്റർ 85 ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ ഇതെങ്ങനെയായിരുന്നു മോഡല്? ഇത് 2013 വണ്ടി. രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടി 85 ആണ്. ഓക്കെ. ഡസ്റ്റർ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല മെക്കാനിക്കൽ. ഓട്ടം എത്രയുണ്ട്? ഓട്ടം 1:30 ഓടിയിട്ടുണ്ട്. ഓക്കെ. മെക്കാനിക് ഒക്കെ അടിപൊളി. വേറെ പ്രശ്നമൊന്നുമില്ല. എത്ര പൈസ കൊടുക്കാം? നമ്മളത് 3 റുപ്യാണ് ആസ്ക് ചെയ്യുന്നത്. ചെറിയ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. മാക്സിമം ഫുള്ളി ലോൺ ഏകദേശം ഫുൾ ലോൺ കൊടുക്കാം. ഓക്കെ. അപ്പൊ ആവശ്യക്കാരനെ വിളിച്ചോളി. ഫോർഡിന്റെ എക്കോ സ്പോർട്ട് കാണിച്ചു കൊടുക്കാം. അതും മോഡൽ കൂടിയൊരു വാനാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. ബ്രോ എങ്ങനെയായിരുന്നു ഇത് മോഡല്? ഇത് 2018. അത് ടൈറ്റാനിയത്തിന്റെ നേരെ താഴെയുള്ള ഓപ്ഷൻ. ട്രെൻഡ് ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. എല്ലാ സെറ്റപ്പും ഉണ്ട്. ആൻഡ്രോയിഡ് അലോയ്സ് പുഷ് ബട്ടൺ വരുന്നുണ്ട്. വരുന്നില്ല. ആൻഡ്രോയിഡ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ, ഫോഗർ, ഡീഫോഗർ, ബാക്ക് വൈപ്പർ എല്ലാ സെറ്റപ്പും വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഓണർഷിപ്പ് എത്ര വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. വണ്ടി റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ല, ഒരു റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. തട്ടുമുട്ട് ഇടികുത്തൊന്നുമില്ല. ഡീസലില് ഒരു 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും. 20ന്റെ മുകളിൽ മൈലേജ് കിട്ടും. ലോങ് ഡ്രൈവ് ആണെങ്കിൽ അത്ര കിട്ടും. ടെൻഷൻ വേണ്ട. വണ്ടി ക്വാളിറ്റി ആണ്. ക്വാളിറ്റി വണ്ടി ധൈര്യമായിട്ട് കൊടുക്കാം. എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഒരു 5:80 കൊടുക്കാം. 5:80 കൊടുക്കാം.